അവൻ്റെ കൈ അവളുടെ അരയിൽ മുറുകിക്കൊണ്ടിരുന്നു. അവൻ്റെ അധരങ്ങൾ താനെ അവളുടെ അധരങ്ങളെ ലക്ഷ്യം വെച്ച് അടുത്തുകൊണ്ടിരുന്നു. അവളുടെ ഹൃദയമിടിപ്പുയർന്നു. അവൻ്റെ ചുടുശ്വാസം അവളുടെ മുഖത്ത് പതിഞ്ഞു. അവളുടെ മിഴികൾ താനെ അടഞ്ഞു. കൈകൾ അവൻ്റെ ഷർട്ടിൽ മുറുകി. അധരങ്ങൾ തമ്മിലുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരുന്നു. അവരുടെ അധരങ്ങൾ തമ്മിലുരസി. അനു! ആ വിളിയിലാണ് അവർക്ക് സ്ഥിരകാലബോധം വീണ്ടെടുത്തത്. അനു അവനിൽ നിന്നും പെട്ടെന്ന് തന്നെ അടർന്നു മാറി. അനുവും ഗൗതമും പരസ്പരം മുഖത്തേക്ക് നോക്കാൻ പ്രയാസപ്പെട്ടു. അവൾ പെട്ടെന്ന് തന്നെ താഴേക്ക് പോയി. ഗൗതം അവിടെ തന്നെ ഇരുന്നു. ഒരു നിമിഷം ഇപ്പോൾ നടന്നതൊക്കെ അവൻ്റെ മനസ്സിലേക്ക് വന്നു. അനു താഴെ എത്തിയതും അച്ചുവും അലിയും വന്നിട്ടുണ്ടായിരുന്നു. അവരെ കണ്ടതും അനു ഓടിപ്പോയി അവരെ കെട്ടിപ്പിടിച്ചു. പിന്നെ അവർ അവിടെ സോഫയിലിരുന്ന് പരസ്പരം ഓരോന്നും പറഞ്ഞിരിക്കുന്നതിനിടയിലാണ് അച്ചു ചോദിച്ചത്, അല്ലടി, നിന്റെ കെട്ടിയോ നിന്നോടെങ്ങനെ? ഫുൾ കലിപ്പാണോ അതോ ഫുൾ റൊമാൻസാണോ? അനുവിനെ നോക്കി ഒന്ന് കണ്ണിറുക്കിക്കൊണ്ട് അച്ചു ചോദിച്ചു. അത് കേട്ടതും അനു അവളെ ഒന്ന് ഇരുത്തി നോക്കി. പക്ഷെ ആ സമയം അവളുടെ മനസ്സിലേക്ക് വന്നത് ഇന്ന് നടന്നതൊക്കെയായിരുന്നു. അവൻ്റെ ഓരോ സ്പർശനവും അവൻ്റെ ചില സമയങ്ങളിലെ സാന്നിധ്യവും തന്നിൽ ഉളവാക്കുന്ന മാറ്റത്തെക്കുറിച്ച് ഒരു നിമിഷം അവൾ സ്വയം ചിന്തിച്ചു. അനു! അച്ചുവിൻ്റെ ആ വിളിയിലാണ് അനു ചിന്തയിൽ നിന്നും ഉണർന്നത്. അവൾ അച്ചുവിനെ ഒന്ന് നോക്കി. നീ ഇതാരെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക? എന്താ, ഗൗതമേട്ടനാണോ? അത് കേട്ടതും അലിയ ഒന്ന് ചിരിച്ചു. ഒന്ന് പോടി, ഞങ്ങളുടെ വിവാഹം നടന്ന സാഹചര്യമൊക്കെ നിങ്ങൾക്കറിയില്ലേ? അപ്പോൾ കുറച്ച് ടൈം എടുക്കും ഒക്കെ ഒന്ന് റെഡിയാവാൻ, സ്വാഭാവികം. അച്ചുവിൻ്റെ തലക്കിട്ടൊന്ന് കൊട്ടിക്കൊണ്ട് അനു പറഞ്ഞു. അതൊക്കെ പോട്ടെ, എനിക്ക് വിശക്കണം, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? അച്ചു വിഷയം മാറ്റാനായി അനുവിനോട് ചോദിച്ചു. അത് കേട്ടതും അലിയും അനുവും ഒന്ന് ചിരിച്ചു. അച്ചുവേ, ഉപ്പുമാങ്ങ അച്ചാറുണ്ട്, നമുക്കൊന്ന് പിടിച്ചാലോ? അത് കേട്ടതും അലിയും അച്ചുവും അടുക്കളയിലേക്ക് ഒരു ഓട്ടമായിരുന്നു. ഉപ്പുമാങ്ങാച്ചാർ ദേവിയുടെ സ്പെഷ്യലാണ്. അതുണ്ടെങ്കിൽ പിന്നെ അത് തീർത്തിട്ടേ 3 പേരും അടങ്ങുള്ളൂ. പിന്നെ ഗൗതം കുറച്ചു കഴിഞ്ഞപ്പോൾ ജോലിയൊക്കെ മതിയാക്കി താഴേക്ക് ഇറങ്ങി വന്നു. അലിയും അച്ചുവും ഒക്കെയായി കുറച്ചു നേരം സംസാരിച്ചു. അതിനിടയ്ക്ക് പലപ്പോഴായി അനുവിൻ്റെയും ഗൗതമിൻ്റെയും കണ്ണുകൾ പരസ്പരം മുടക്കിയിരുന്നു. രാത്രി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് അനുവും ഗൗതമും റൂമിലേക്ക് പോയി. വൈകുന്നേരം തന്നെ അച്ചുവും അലിയും പോയിരുന്നു. റൂമിലെത്തി അനു ബെഡ്ഷീറ്റൊക്കെ വിരിക്കുന്നുണ്ട്. ഗൗതം അവിടെയുള്ള ഷെൽഫിലെ ബുക്സൊക്കെ നോക്കുന്നു. അറിയാതെയാണെങ്കിലും ഇന്നത്തെ സംഭവം അവർ ഇരുപേരുടെയും ഇടയിലെ മൗനത്തെ പടർത്തിയിരുന്നു. തനിക്ക് വായനാശീലമൊക്കെ ഉണ്ടോ? അവർക്കിടയിൽ തളം കെട്ടി നിന്ന മൗനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് ഗൗതം ചോദിച്ചു. ആ, കുറച്ചൊക്കെ വായിക്കാറുണ്ട്. എന്താ, ഇയാൾ വായിക്കാറുണ്ടോ? പതിവില്ലെങ്കിലും വായിക്കാറുണ്ട്. ഗൗതം ഷെൽഫിൽ നിന്നും ഒരു പുസ്തകം എടുത്ത് മറച്ചു നോക്കുന്നതിനിടെ പറഞ്ഞു. പിന്നെ ഗൗതം ആ ബുക്ക് എടുത്ത് വായിക്കാൻ തുടങ്ങി. അല്ല, ഇയാൾക്കില്ലായിരുന്നോ ഈ പ്രണയമൊന്നും? വായിക്കുന്നതിനിടെ അവൻ അനുവിനോടായി ചോദിച്ചു. കണ്ണാടിയുടെ മുൻപിൽ നിന്നുകൊണ്ട് മുടി ചീകുകയായിരുന്നു അനു. അത് കേട്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു. ഏയ് ഇല്ല. അത് കേട്ടതും ഗൗതം കയ്യിലുണ്ടായിരുന്ന പുസ്തകം അടച്ചു വെച്ചു. ശേഷം ചോദിച്ചു, എന്താ, താല്പര്യമില്ലാഞ്ഞിട്ടാണോ അതോ മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരാളെ കാണാഞ്ഞിട്ടോ? രണ്ടും. പ്രപ്പോസൽസൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷേ അവരിൽ ആരോടും ഒരു ഫീലിങ്സ് തോന്നിയിട്ടില്ല. ചീപ്പ് അവിടെ വെച്ചുകൊണ്ട് അനു പറഞ്ഞു. അപ്പം ആരുടെയും പ്രപ്പോസിങ് സ്റ്റൈലൊന്നും തന്നെ ഇംപ്രസ് ചെയ്തില്ലെന്നർത്ഥം. അവനൊന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അങ്ങനെയും പറയാം. പക്ഷെ ഒരുത്തൻ എനിക്കൊരു ലെറ്റർ തന്നിരുന്നു. എന്തോ അതിലെ വരികളോട് എനിക്ക് എന്തോ ഒരു ഇഷ്ടം തോന്നിയിരുന്നു. പക്ഷെ അത് കണ്ടാലറിയാം അവൻ എഴുതിയതല്ലെന്ന്. വല്ല ബുക്കിൽ നിന്നും പകർത്തി എഴുതിയതാവും. വെയിറ്റ്, ആ ലെറ്റർ ഞാൻ കാണിച്ചു തരാം. അതും പറഞ്ഞ് അനു ഷെൽഫിൻ്റെ അടുത്ത് പോയി അതിൽ നിന്നും പ്രണയിനി എന്ന പുസ്തകം എടുത്തു. അത് തുറന്ന് അതിൽ നിന്നും ഒരു പേപ്പർ എടുത്ത ശേഷം അവൾ അത് ഗൗതമിന് നേരെ നീട്ടി. അവനത് വാങ്ങി വായിച്ചു. എൻ്റെ ആത്മസഖി നിനക്കായി 100 പ്രണയപൂക്കൾ വിതറാനായി
ഹൃദയത്തിൽ സൂക്ഷിച്ച 1000 പ്രണയകാവ്യം മൊഴിയാനായി, പ്രണയത്തിൽ ചാലിച്ച ഒരു നറുചുംബനം നൽകാനായി ഇന്നും എൻ ഹൃദയം വെമ്പുന്നു. ഇനിയും നീ അറിയുവാനായി എത്ര നാൾ കാത്തിരിക്കാൻ ഞാൻ നിനക്കായി മാത്രം. മാറ്റിവെക്കപ്പെട്ട ഹൃദയതാളുകളെ നീ തൊട്ടറിയും വരെ നിനക്കായി മാത്രം. ഐ ലവ് യു അനു. അത് വായിച്ചു കഴിഞ്ഞതും ഗൗതം ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം ഇവളോടായി ചോദിച്ചു, ഇത് നിനക്ക് തന്നത് ആനന്ദാണോ? അത് കേട്ടത് മനു ശരിക്കും ഒന്ന് ഞെട്ടി. അതെ, എങ്ങനെ മനസ്സിലായി? അനു സംശയത്തോടെയും അതിലുപരി ഞെട്ടലോടെയും ചോദിച്ചു. അത് കേട്ടിട്ടെന്ന പോലെ ഗൗതം ഒന്ന് ചിരിച്ചു. ശേഷം പറഞ്ഞു തുടങ്ങി, ആനന്ദും ഞാനും ഞങ്ങൾ PG ഒരുമിച്ചായിരുന്നു. കോഴി ആനന്ദ് എന്നായിരുന്നു എല്ലാവരും അവനെ വിളിച്ചിരുന്നത്. പലപ്പോഴും അവൻ എന്നെ കൊണ്ടിതാ ഇതുപോലെ ഓരോന്ന് എഴുതിക്കാറുണ്ട്. ഇതും അതിൻ്റെ കൂട്ടത്തിൽ എഴുതിയതാണ്, അതും കോളേജ് ലാസ്റ്റ് ഡേ. പക്ഷേ ഇത് തനിക്കൊരിക്കും എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അവനത് പറഞ്ഞതും അവൾ വീണ്ടും ഞെട്ടി. സത്യാണോ? അതേടോ, ഞാൻ അതിനാ കള്ളം പറയുന്നത്. പിന്നെ ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ കോണ്ടാക്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഇത് നിഖിതയെക്കുറിച്ച് എഴുതിയതാണോ? കാരണം ഇതിലെ ഓരോ വരികൾക്കും ജീവനുള്ളതായി എനിക്ക് തോന്നിയിരുന്നു. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ വരികളോട് എനിക്കൊരിഷ്ടം തോന്നിയത്. അത് കേട്ടതും ഗൗതം അവളെ ഒന്ന് നോക്കി. ജീവനുള്ള വരികൾ എഴുതാൻ ഒരാളെ പറ്റി ഓർക്കണമെന്നില്ല. സ്വയം ആ വികാരത്തെ തൊട്ടറിഞ്ഞാൽ മതി, വരികളൊക്കെ താനെ വന്നോളും. അതിനു പകരം അനു ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം അനു അവനോട് ബെഡിൽ കിടന്നോളാൻ പറഞ്ഞുകൊണ്ട് അവൾ സോഫയിൽ കിടന്നു. ഇനി ഒരു പക്ഷേ ഇതെല്ലാം ഒരു നിമിത്തമാണോ? ഈ വരികളോട് തനിക്ക് തോന്നിയ പ്രണയവും ഈ വിവാഹവും എല്ലാം? കിടക്കുന്നതിനിടെ അവൾ ഒരു നിമിഷം ചിന്തിച്ചു. അങ്ങനെ ഓരോന്നാലോചിച്ച് അവൾ എപ്പോഴോ നിദ്രയെ പുൽകി. അടുത്ത ദിവസം രാവിലെ കിഷോറിനോടും ദേവിയോടും നന്ദുവിനോടും യാത്ര പറഞ്ഞ് അനുവും ഗൗതമും ഇറങ്ങി. പോകുന്ന വഴിയിൽ അനുവിനെ കോളേജിൽ ഡ്രോപ്പ് ചെയ്തിട്ടാണ് അവൻ ഓഫീസിലേക്ക് പോയത്. കോളേജിലെത്തി അനു അച്ചുവിനോടും അലിയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞതും അവർ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി. എടേ, എനിക്കിതെല്ലാം ഒരു ദൈവ തീരുമാനമായാ തോന്നുന്നേ. അല്ലെങ്കിൽ പിന്നെ പരസ്പരം പ്രണയിച്ചിട്ട് നിഹിത ഒളിച്ചോടാനും നിനക്ക് ഗൗതമേട്ടനെ ആ ലെറ്റർ കാണിക്കാനൊക്കെ തോന്നൂ? അതെ അനു, അവൾ പറയുന്നതിലും കാര്യമുണ്ട്. അനു എല്ലാത്തിനും ഒന്ന് മൂളി. രാത്രി റൂമിലെ ബെഡിലിരുന്നു കൊണ്ട് ആലോചനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു അനു. അപ്പോഴാണ് ഗൗതം റൂമിലേക്ക് വന്നത്. അവൻ അവളുടെ ഇരിപ്പും മട്ടും കണ്ട് അവളെ ഒന്ന് അടിമുടി നോക്കി. പക്ഷെ അതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. എന്തു പറ്റി? ഭയങ്കര ആലോചനയിലാണല്ലോ. സോഫയിൽ ഇരുന്നു കൊണ്ട് ലാപ്പ് എടുത്ത് മടിയിൽ വെച്ചുകൊണ്ട് അവൻ ചോദിച്ചു. അതായിരുന്നു അവളെ ചിന്തയിൽ നിന്നും ഉണർത്തിയത്. ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ആര്യ റൂമിലേക്ക് വന്നത്. കയ്യിൽ ശ്രേയയും ഉണ്ടായിരുന്നു. അനു, മോള് നല്ല വാശിയില്ല. ഇവിടെ നിങ്ങളുടെ കൂടെയാണ് കിടക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് അവൾ ഉറങ്ങും വരെ ഇവിടെ കിടക്കട്ടെ, പിന്നെ ഞാൻ വന്നെടുത്തോളാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ? ഹേയ്, എന്ത് ബുദ്ധിമുട്ട്? അവൾ ഇവിടെ കിടന്നോട്ടെ. ആര്യ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ടുപോയി. ശേഷം അനു ശ്രേയയെ കുറച്ചു നേരം കളിപ്പിച്ചു. അവളെ അടുത്ത് കിടത്തി ഉറക്കാൻ തുടങ്ങി. ഗൗതം വർക്കൊക്കെ കഴിച്ച് ലാപ്പ് അടച്ചു വെച്ച് സോഫയിൽ കിടക്കാൻ പോകുമ്പോഴാണ് അനു അത് പറഞ്ഞത്. അതെ, എന്താ അവിടെ കിടക്കണേ? ഇവിടെ വന്ന് കിടക്കുക. അനു അത് പറഞ്ഞതും ഗൗതം എന്തോ വന്യമൃഗത്തെ കണ്ട പോലെ അവളെ തന്നെ ഉറ്റുനോക്കി.